നായകളുടെ വന്ധ്യകരണവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ABC സെൻ്ററുകളെക്കുറിച്ചൊക്കെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരാറുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ബാലുശ്ശേരിയിലെ ABC സെൻ്ററിലാണ്. കോഴിക്കോട് ഇത്തരത്തിൽ 2 ABC സെൻ്ററുകളാണുള്ളത്. ഒന്ന് കോർപ്പറേഷൻ പരിധിയിലാണ്, മറ്റൊന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ പരിധിയിൽ, അതായത് ബാലുശ്ശേരിയിലാണുള്ളത്. നമുക്ക് നോക്കാം. ഇതിലേക്ക് കടക്കുമ്പോൾ തന്നെ വളരെ ഹൈജീനിക് ആയുള്ളൊരു പരിസരം തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് വേണം പറയാൻ. കാരണം പല ആരോപണങ്ങൾ ഉയർന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് അത്തരത്തിൽ പറയുന്നത്. നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒന്ന് കടക്കാമെന്നാണ് തോന്നുന്നത്. കാരണം എവിടെയാണ് ഈ വന്ധ്യീകരണം, കാരണം വന്ധ്യീകരണത്തെക്കുറിച്ചടക്കം ചില പരാതികളൊക്കെ നേരത്തെ വന്നിരുന്നു. കാരണം വന്ധ്യീകരിച്ച നായകൾക്ക് വീണ്ടും പ്രസവിക്കുന്നതടക്കമുള്ള ആരോപണം ഉയർന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് അത്തരത്തിൽ പറയുന്നത്. ഇതിൻ്റെ ഓപ്പറേഷൻ തിയേറ്റർ, അതായത് സർജറി നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ആധുനിക രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളുണ്ട്. നമുക്കറിയാം, ശീതീകരിച്ച ഒരു റൂമാണ്. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടിയുള്ള ടേബിൾ, അതായത് സർജറിക്ക് വേണ്ടി വരുന്ന ടേബിൾ, 3 ടേബിളുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ 10 നായകളെയാണ് ഇവിടെ ഇത്തരത്തിൽ ദിവസേന വന്ധ്യീകരിക്കേണ്ടത്. 5 ആണിനെയും 5 പെണ്ണിനെയുമാണ് നടത്താറ്. പക്ഷേ പലപ്പോഴും അതിൽ കൂടുതൽ നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുകയും ചെയ്യുന്നത്. ഇതിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു റൂമിലേക്ക് കാണാൻ കഴിയും. ഇവിടേക്ക് വന്നാൽ, മഹേഷ്, നമുക്കൊന്ന് ഇങ്ങോട്ട് വന്നാൽ കാണാം. ഈ ഓരോ മാസവും വന്ധ്യീകരിക്കുന്ന നായകളുടെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് ചുവരിൽ കൃത്യമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാം 2/6/25-14, അതായത് ദിവസേന 10 നായകളെയാണ് ഇവിടെ വന്ധ്യീകരിക്കേണ്ടതെങ്കിൽ 14 വരെ ഓരോ ദിവസവും വന്ധ്യീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഇവിടേക്ക് വന്ധ്യീകരിക്കുന്നതിന് ഒപ്പം എത്തുമ്പോൾ തന്നെ അതിനു മുമ്പ് തന്നെ ഈ നായകൾക്ക് ഏതെങ്കിലും തരത്തിൽ വിഷബാധയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ ചാർട്ടാണ് ഈ കാണുന്നത്. ഈ ഉറപ്പ് വരുത്തിയതിന് ശേഷം, അതിന് വിഷബാധയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് വന്ധ്യീകരിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. അതിൽ ആ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഡീറ്റെയിലാണ് ഓരോ ദിവസവും നടക്കുന്ന ഇത്ര നായകളെ ഇത്തരത്തിൽ വന്ധ്യീകരിച്ചു എന്നുള്ളത്. ഏതാണ്ട് 200ഓളം നായകളെയാണ് ഓരോ മാസവും വന്ധ്യീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം 2500-ൽ താഴെ മാത്രം നായകളെയാണ് ഇത്തരത്തിൽ വന്ധ്യീകരിക്കുന്നത്. ഈ നായകളെ വന്ധ്യീകരിക്കുന്നതിന് വേണ്ടി പിടികൂടിക്കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് ഇത്. നമുക്കറിയാം, ഓരോ ഷെൽട്ടറുകളായി, ഇത്തരത്തിലുള്ള ഷെൽട്ടറിൽ ഓരോ ബ്ലോക്കായി തിരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നായകളെ ഇവിടെ കൊണ്ടുവിടുന്നത്. ഇതിൽ പ്രധാനമായും ഒരു സ്ഥലത്ത് നിന്ന് പിടികൂടുന്ന നായകളെ ഇങ്ങനെ ഒരു ബ്ലോക്കിൽ ആണ് താമസിപ്പിക്കുന്നത്. ഇവിടെ നിന്നാണ് വന്ധ്യീകരിച്ചതിന് ശേഷമാണ് ഇവിടെ ഈ ബ്ലോക്കിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ, അതായത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം, ഏത് സ്ഥലത്തു നിന്നാണ് നായ പിടികൂടിയിരിക്കുന്നത്, അതോടൊപ്പം തന്നെ ആ നായകളുടെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് വളരെ കൃത്യമായി തന്നെ എഴുതി വെച്ചതിന് ശേഷം മാത്രമാണ് ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതായത് ഇവരെ സംബന്ധിച്ച് പ്രധാനമായും ഉയരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ വന്ധ്യീകരിച്ചതിന് ശേഷം നായകളെ യഥാസ്ഥാനത്ത് കൊണ്ടുവിടുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് പ്രധാനമായും ABC സെൻ്ററുകൾക്ക് എതിരെ ഉയരുന്നത്. മറ്റൊന്ന്, ഈ ബാലുശ്ശേരിയുടെ പരിസരത്ത് തന്നെ ഈ നായകളെ തുറന്നു വിടുന്നു എന്നുള്ളൊരു ആക്ഷേപം കൂടിയുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി ഇവരുടെ ഭാഗത്തുണ്ട്. നേരത്തെ ഒരു പക്ഷേ അങ്ങനത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരിക്കാം എന്ന് തന്നെയാണ് അവർ പറയുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ നായകളെ പിടിക്കാൻ പോകുന്ന വാഹനത്തിൻ്റെ GPS സംവിധാനം തന്നെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് അത്തരത്തിൽ സുരക്ഷിതമായ മാർഗ്ഗത്തിലൂടെയാണ് ഇപ്പോൾ വന്ധ്യീകരണ പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ നായകളെ പിടിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവിട്ടിട്ടില്ലെങ്കിൽ അത് കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർ അൻവർ സാദത്ത്, അല്ലേ, ഇതാ ഇവിടുത്തെ സീനിയർ ഡോക്ടറാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ നടത്തിപ്പുകാരൻ, ഇതിന് ചുമതലയുള്ള ആളാണ്. മറ്റ് 2 ഡോക്ടർമാർ കൂടിയുണ്ട്. ഇവരാണ് ഈ സർജറി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തത്. നമുക്ക് അൻവർ സാദത്തിൻ്റെ വിശദീകരണങ്ങൾ തന്നെ തേടാം. ഈ പ്രധാനമായും ഉയരുന്ന ആരോപണം ഇത് തന്നെയാണ്. കാരണം ഇവിടെ പരിസര പ്രദേശങ്ങൾ തന്നെ വിടുന്നു എന്നുള്ളത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇല്ല, ആദ്യം അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറേ കാലമായിട്ട് അതിൻ്റെ പുറകെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് പോവുകയും ഈ ആനിമൽസിനെ നമ്മൾ റിലീസ് ചെയ്യുന്ന ഈ വണ്ടീൻ്റെ GPS അടക്കമുള്ള സംവിധാനങ്ങൾ കുറേ ബാക്കപ്പിൽ നമ്മൾ പോയിട്ട് അത് പോകുന്നുണ്ട്, അത് പിടിച്ച സ്ഥലത്ത് കൊണ്ട് വിടുന്നുണ്ട് നമ്മൾ ഉറപ്പുവരുത്തുന്ന ആ രീതിയിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആളുകൾക്ക് കേൾക്കാനും കാണാനും ഒക്കെ കൗതുകമുണ്ടാകും. കാരണം ഇതിൻ്റെ വന്ധ്യീകരണത്തിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയൊക്കെയാണ്? ഇത് നമ്മൾ ആദ്യം ഈ ആനിമൽസിനെ കൊണ്ടുവരുന്നതിൻ്റെ വണ്ടിയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, അത് ഒരു ദിവസം 10 എണ്ണത്തെ, അത് കിട്ടുന്ന അവൈലബിലിറ്റി എങ്ങനെയാണ്, ക്യാച്ച് എങ്ങനെയാണ്, അതനുസരിച്ചാണ് ചെയ്യുന്നത്. മെയിലും ഫീമെയിലും ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഒരു 5 മെയിൽ 5 ഫീമെയിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ കിട്ടിയത് മൊത്തം മെയിലാവാം, അല്ലെങ്കിൽ ഫീമെയിൽ ആവാം. അങ്ങനെ എന്തായാലും 10 എണ്ണത്തിൽ കുറയാണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് തന്ന ടാർഗറ്റ് 10 നമ്പേഴ്സാണ്. ഈവൻ ദെൻ നമ്മൾ അത് ഇൻക്രീസ് ചെയ്ത് 14 എണ്ണം വരെ നിങ്ങൾക്ക് ബോർഡിൽ കാണാൻ കഴിയും. 14 എണ്ണം വരെ നമ്മൾ ഈ ABC ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ റിലീസിൻ്റെ കാര്യം നമ്മൾ കറക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഹൈജീനിക്കായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. വളരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുറത്തുനിന്ന് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാറില്ല, മീഡിയ പേഴ്സൺസിനെ. കാരണം ഇത് പബ്ലിക് അറിയേണ്ട ഇഷ്യൂ ആയതുകൊണ്ട്, പബ്ലിക് റിലേറ്റഡ് ഇഷ്യൂ ആണ്, പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആണ്. അതുകൊണ്ട്
മീഡിയ പേഴ്സൺസിനെ നമ്മൾ അലൗ ചെയ്യാറുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ അനുമതിയോടെ. അവർ വന്ന്, കാരണം പുറം ലോകം അറിയണം ഇതിനകത്ത് വളരെ ഹൈജീനിക് ആയിട്ടാണ്, വളരെ കെയർഫുൾ ആയിട്ടാണ് ചെയ്യുന്നത്. ആനിമലിനെ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ആദ്യമേ ഇതിനെ ഫിസിക്കലി എക്സാമിൻ ചെയ്തിട്ട് 2 ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ. ഡോക്ടർ അമലുണ്ട്, ഡോക്ടർ അമൃതയുണ്ട്. ഇവർ കുറേ കൊല്ലങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. 2022 ഡിസംബർ തൊട്ട് ഈ സ്ഥാപനം പ്രവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏകദേശം 2500-ൽ പരം, ഈ ടാർഗറ്റിൽ കൂടുതലും പോകാറുണ്ട്, അത്രയും ആനിമൽസിനെ ചെയ്തു വരുന്നു. കൊണ്ടുവന്ന് അതിനെ എക്സാമിൻ ചെയ്ത് ഈ പറഞ്ഞ പോലെ റേബീസ് സസ്പെക്റ്റഡ് ആനിമൽസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും റേബീസിൻ്റെ സിംറ്റംസ് കാണിക്കുന്ന ആനിമൽസ് ഉണ്ടെങ്കിൽ അതിനെ ഐസൊലേറ്റ് ചെയ്യുന്നു, വാക്സിൻ ചെയ്യുന്നു. അതിനെ നമ്മൾ റേബീസ് കേസ് പോസിറ്റീവ് അല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം, അതായത് നമ്മൾ സിംറ്റംസ് കൊണ്ട് ഉറപ്പ് വരുത്തിയ ശേഷമാണ് നമ്മളതിനെ സർജറിയിലേക്ക് പോവുക. അനസ്തറ്റൈസ് ചെയ്യുന്നു, അതിനെ മയക്കിയിട്ടാണ് ചെയ്യുക. ഈ കൂട്ടിൽ കാണുന്ന മയങ്ങിക്കിടക്കുന്നതാണ്. സർജറി കഴിഞ്ഞ് അത് റിക്കവറി ആയി വരുന്ന ആനിമൽസിനെയാണ് ഈ കൂട്ടിനകത്ത് നേരത്തെ നമ്മൾ കണ്ടത്, ഒരു മയക്കത്ത് കിടക്കുന്ന ആനിമൽസാണ്. അപ്പോൾ അതിനെ കൊണ്ടുവന്ന് നമ്മൾ അതിൻ്റെ പുറമേയുള്ള ഇഞ്ചുറീസ് എല്ലാം പരിശോധിക്കുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അനിമൽ ആണെങ്കിൽ സഡേറ്റ് ചെയ്യുന്നു. സഡേറ്റ് ചെയ്തിട്ടാണ് സർജറി പ്രീ ഓപ്പറേറ്റീവ് ഏരിയയിലേക്ക് പോകും. അവിടെ നിന്നാണ് പിന്നെ സർജറി റൂമിലേക്ക് പോവുക. നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ? നമുക്കിപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഈ കോഴിക്കോട് ജില്ലയിലെ കോർപ്പറേഷൻ കഴിഞ്ഞ് ബാക്കി പഞ്ചായത്തിലെല്ലാം നമ്മൾ ഓടിയെത്തുന്നത് ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഇപ്പോൾ തൊട്ടടുത്ത് ഡിസംബറിൽ പേരാമ്പ്ര ഒരു ABC വരാൻ പോകുന്നുണ്ട്. വടകര സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 3-4 ABCയും കൂടി നമ്മുടെ ജില്ലയിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ ടാർഗറ്റ് കുറച്ചും കൂടി ABC എന്നുള്ള ആ ഒരു പ്രോഗ്രാം നമുക്ക് ഒന്നും കൂടി ഫാസ്റ്റാക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു ഈ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് സ്ഥാപനങ്ങൾ കുറവാണ്, ABC കുറവാണ് എന്നുള്ളതാണ്. റോഷ്നി, ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് 2019 ഈ സെൻസസ് കണക്ക് പ്രകാരം തന്നെ, ആ കണക്ക് പ്രകാരം ഏതാണ്ട് 11,000-ഓളം തെരുവ് നായകൾ കോഴിക്കോട് ജില്ലയിൽ, അതായത് കോർപ്പറേഷൻ പരിധി മാറ്റി നിർത്തിയാൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ നായകളെ പൂർണ്ണമായും വന്ധീകരിക്കണമെങ്കിൽ ഏതാണ്ട് 5-6 വർഷത്തോളം വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 2,500-ഓളം നായകളെ മാത്രം വന്ധീകരിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ നായകൾ പെരുകി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇവർ ഉയർത്തിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ഓരോ ബ്ലോക്ക് തലത്തിലെങ്കിലും ഇത്തരത്തിൽ ABC സെൻ്ററുകൾ വരണം എന്നൊരു ആവശ്യമാണ് ഇവരുടെ ഭാഗത്ത് വരുന്നത്. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് വിചാരിച്ചത്ര ഫലപ്രാപ്തി ഉണ്ടാക്കൂ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഇപ്പോഴും വരുന്ന പരാതികൾ ഇനിയും തുടർച്ചയായുള്ള വർഷങ്ങളിൽ ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പേരാമ്പ്രയിലും വടകരയിലും മറ്റ് ABC സെൻ്ററുകളുടെ സാധ്യതകൾ പരിശോധിക്കപ്പെടുന്നത്. പേരാമ്പ്രയിൽ ഏതാണ്ട് അതിൻ്റെ അന്തിമഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു നായയെ വന്ധ്യംകരിക്കണമെങ്കിൽ ഏതാണ്ട് 2,100-2,250 രൂപയോളം ചെലവ് വരുന്നു എന്നുള്ളത് വലിയൊരു സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഉണ്ടാക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ആ കാര്യം കൂടി നമുക്കൊന്ന് ഡോക്ടറോട് ചോദിക്കാം. നമ്മൾ ഇതിൻ്റെ മെഡിസിൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ഏകദേശം 11 സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടി ഓടിക്കുന്നതും വണ്ടീൻ്റെ ചിലവുകൾ, ഡ്രൈവറിൻ്റെ ചിലവ്, ക്യാച്ചറുടെ ചിലവ്. ക്യാച്ചർ എന്ന് പറയുന്നത് ട്രെയിൻഡ് ക്യാച്ചറാണ്. അല്ലാതെ നമുക്ക് ആരെങ്കിലും പിടിച്ച് ഡോഗിനെ ക്യാച്ചിനോ റിലീസിനോ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. പിന്നെ അതുപോലെ ഈ സ്ഥാപനം നടന്നു പോകുന്നത് അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ബോർഡ് ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ പക്കയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് അവരുടെ ഭാഗത്തു നിന്നുള്ള വിസിറ്റ്, അവരെ അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ അതോറിറ്റീസ് വരുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യണം. അമൽ എന്താണ് പറയാനുള്ളത്? സന്തോഷവാനാണോ? സന്തോഷമാണ്. നമ്മൾ മാക്സിമം ഫാസ്റ്റായിട്ട് സർജറീസ് തീർക്കാൻ നോക്കാറുണ്ട്. എന്താ പറയുക, ദിവസേന നായകളായിട്ട് കളിക്കുമ്പോൾ എന്താണ് ആ ഒരു ഫീൽ? എന്താണ് ഫീൽ? നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പം കുറച്ചൊരു സന്തോഷമുണ്ട്. പിന്നെ ആനിമൽസ് നമ്മൾ മാക്സിമം പെയിൻ ഇല്ലാതെ അനർജീസിയൊക്കെ പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ചെയ്യാറ്. പോസ്റ്റ് ഓപ്പ് നോക്കുമ്പോഴും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല ആനിമൽസിന്. ഇപ്പോൾ WSL വേൾഡ് വെറ്ററിനറി സർവീസിൻ്റെ അതേ പ്രോട്ടോക്കോൾ പ്രകാരമാണ് നമ്മൾ ഇവിടെ അനാൽജസിയും അനസ്തീഷ്യയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആനിമൽസ് റിക്കവർ ആകുമ്പോൾ വലിയ പെയിൻ ഒന്നും കാണിക്കാറില്ല പോസ്റ്റ് ഓപ്പ് നോക്കുമ്പോൾ. അമൃത എത്ര വർഷമായി ഇവിടെ? ഞാനിപ്പോൾ 2 വർഷം ഈ ജൂണിൽ. എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഒക്കെ? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു സ്ഥാപനത്തിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത്. അപ്പം അതിൻ്റെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്ര ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഈ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ പരാതി വരുമ്പോൾ വിഷമിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെ വിഷമം തോന്നാറില്ല. കാരണം ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു പ്രവർത്തനവും എന്താ പറയുക, ഇവിടെ നടക്കുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് പുറത്തേക്ക് അറിയില്ല. അപ്പം ഈ പറയുന്ന പോലെ എന്താ പറയുക, പത്രങ്ങളിൽ വരുന്ന ന്യൂസ് മാത്രമാണല്ലോ അവർ കാണുന്നത്.
അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ്. കാരണം ഇപ്പോൾ ഇത് സിസ്റ്റമാറ്റിക്കായി തന്നെ നടക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് അവർ തീർത്തു പറയുന്നുണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങൾ, സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒന്നുകൂടി തീർത്തു പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊരു സർക്കാർ ആശുപത്രിയിൽ മനുഷ്യനെ ചികിത്സിക്കുന്ന സർക്കാർ ആശുപത്രിയിൽ ലഭ്യമാകുന്ന എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ ആ സൗകര്യങ്ങളെക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ സംവിധാനങ്ങളും, കാരണം നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈജീനിക്കാണ്, അതോടൊപ്പം തന്നെ വൈദ്യുതിയുണ്ട്, ഫാനുണ്ട്, അത്തരമുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും എത്ര നായകളെ വന്ധ്യംകരിക്കാൻ കഴിയുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയരുന്നത്. ദിവസേന ഒരു 10, 12, 15 നായകളെ മാത്രമാണ് ഇത്തരത്തിൽ വന്ധ്യംകരിക്കാൻ കഴിയുന്നത്. അത് കോഴിക്കോട് ജില്ലയിലെ മൊത്തം കണക്കാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ മേഖലയിലുള്ള ആകെ നായകളെ പിടിച്ചുകൊണ്ടുവന്ന് ദിവസം 10 നായകളെ മാത്രം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിൽ കൂടുതൽ സംഖ്യ ഉയർത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ തെരുവ് നായയുടെ ശല്യം പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയൂ എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതിനുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതാണ് പറയുന്നത്. ഓരോ ബ്ലോക്ക് തലത്തിലും ഇത്തരത്തിലുള്ള ABC സെൻ്ററുകൾ വേണമെന്നുള്ള ആവശ്യം ഉയർന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാര്യവും അതാണ്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.